ട്രക്ക് പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ച് അത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. തുടർ പരിശോധനകൾക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ച് നീക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് നേരത്തെ 72 ദിവസങ്ങൾക്ക് മുമ്പ് അർജുൻ നിർത്തിയിരുന്ന അതേ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ട്രക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് നേരെ എതിർവശത്തായി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ശരീരഭാഗങ്ങൾ അതിനകത്തുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പൂർണ്ണമായും തകർന്ന ട്രക്കിൻ്റെ ക്യാബിൻ ഭാഗമാണ് കണ്ടെത്തുന്നത്. അവിടെ പരിശോധനകൾ നടത്തി ശരീരഭാഗമുണ്ടോ എന്നുൾപ്പെടെയുള്ള കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് അത്തരം പരിശോധനകളാണ് നടക്കുന്നത്. ശരീരഭാഗം അതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തുടർ പരിശോധന നടത്തി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അത്രയും വലിയൊരു ദുരന്തമാണ് നടന്നത് എന്ന് ഇതിൻ്റെ ക്യാബിൻ ഭാഗം ദൃശ്യം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. പൂർണ്ണമായും അതിൻ്റെ മുകൾ ഭാഗമെല്ലാം തന്നെ തകർന്നു പോകുന്ന നിലയിലായിരുന്നു. അത്രയും വലിയ തോതിൽ മണ്ണും കല്ലും എല്ലാം തന്നെ ഇതിന് മുൻഭാഗത്തേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുണ്ട്. എല്ലാവരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന ഈ ക്യാബിൻ ഭാഗത്ത് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാബിൻ്റെ തകർന്ന ഭാഗം മുറിച്ചു മാറ്റുകയോ മറ്റോ ചെയ്ത് പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനം. നേരത്തെ കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടി ഈ ട്രക്ക് ഉയർത്തിയ സമയത്ത് പുഴയിൽ നിന്ന് പ്രാഥമികമായ ഒരു പരിശോധനയാണ് നടത്തിയത്. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം മൃതദേഹം അതിനകത്ത് നിന്ന് മാറ്റുകയായിരുന്നു. പിന്നീട് പുഴയിലായതിനാൽ തന്നെ വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു തുടർ പരിശോധനകൾ നടത്താൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ തകർന്ന ഭാഗം മുകളിലേക്ക് ഉയർത്തി അത് പൊളിച്ച് നീക്കിയതിന് ശേഷം പിന്നീട് പരിശോധന നടത്താനാണ് തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ സ്ഥലത്തുണ്ട്. ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അതിന് ഈ തകർന്ന ക്യാബിൻ്റെ മുകൾ ഭാഗം മുറിച്ച് നീക്കേണ്ടതുണ്ട്. ഈ സമയത്ത് തന്നെ അത് മുറിച്ച് നീക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാവ്യ, 72 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടം നടക്കുമ്പോൾ ഇപ്പോൾ വാഹനം എത്തിച്ചിരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തായിരുന്നു അർജുൻ വാഹനം നിർത്തിയിരുന്നത്. കേരളത്തിലേക്ക് മരത്തടികളുമായി വരികയായിരുന്ന അർജുൻ രാത്രി മുഴുവൻ യാത്ര ചെയ്ത ശേഷം ഈ ഭാഗത്ത് വിശ്രമിക്കുകയായിരുന്നു. റോഡിന്റെ നേരെ എതിർവശത്ത് ഇന്ന് 72 ദിവസങ്ങൾക്ക് ശേഷം അതിന് തൊട്ടടുത്ത ഭാഗത്തായി അർജുന്റെ വാഹനം എത്തിക്കുന്നു. പക്ഷേ അതിൽ അർജുനില്ല. അർജുൻ എന്നേക്കുമായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അർജുന്റെ വാഹനമാണെങ്കിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഏറെക്കാലം ചരക്ക് നീക്കത്തിനായി മരങ്ങളെല്ലാം തന്നെ എത്തിക്കുന്നതിനായി അർജുൻ ഉപയോഗിച്ചിരുന്ന ആ വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 72 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതാണ്. രാവിലെ 8:30 ഉണ്ടായ ആ ദുരന്തത്തിൽ ഈ വാഹനം അകപ്പെടുകയും അത് പൂർണ്ണമായും തകർന്നു പോവുകയുമായിരുന്നു. പിന്നീട് ഗംഗാവാലി പുഴയിലേക്ക് കല്ലും മണ്ണും ചെളികളും ഒഴുകിയെത്തിയപ്പോൾ അതിനൊപ്പം ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിലേക്ക് പതിക്കുകയായിരുന്നു. ഇതിന് മുകളിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും മരങ്ങളുമെല്ലാം എത്തിയിരുന്നു. അത് അടിഞ്ഞുകൂടി അതിനടിയിലായിരുന്നു. പിന്നീട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇത് കൃത്യമായും കണ്ടെത്താനും മുങ്ങൽ വിദഗ്ധർ മുങ്ങി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും പിന്നീട് കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടി അത് ഉയർത്തുകയുമായിരുന്നു.